നമസ്കാരം. ഞാനിന്ന് പരിചയപ്പെടുത്താൻ പോകുന്നത് ഏറ്റവും പ്രഗത്ഭനായ ഒരു ആയുർവേദ ഭിഷഗ്വരൻ, ഡോക്ടർ, വൈദ്യൻ, നേത്രരോഗ ചികിത്സയിലെ ഏറ്റവും പ്രഗത്ഭനായ ഡോക്ടർ BG ഗോകുലൻ. തിരുവല്ല മഞ്ഞാടിയിലാണ് അദ്ദേഹത്തിൻ്റെ ഹോസ്പിറ്റൽ. സുദർശനം എന്നാണ് പേര്. നേത്ര ചികിത്സയിൽ അദ്ദേഹം അഗ്രഗണ്യനാണ്, ഒരു സംശയവും വേണ്ട. കാരണം ഞാൻ അനുഭവസ്ഥനാണ്. ഞാൻ തന്നെയാണ് അതിൻ്റെ ഉദാഹരണവും ദൃഷ്ടാന്തവും. പക്ഷേ ഇന്നത്തെ ചർച്ച ആയുർവേദവും പ്രമേഹവുമാണ്. പ്രമേഹത്തിന് ആയുർവേദത്തിൽ ഏതെങ്കിലും ചികിത്സാവിധികളുണ്ടോ എന്നുള്ളതാണ് ഡോക്ടറോട് എനിക്കുള്ള തർക്കം. അത് ഉണ്ട് എന്നാണ് ഡോക്ടർ വാദിക്കുന്നത്. ചുമ്മാ അത് വിശ്വസിക്കാൻ ഞാൻ ആളല്ല. ഡോക്ടർ അത് എന്നെ ബോധ്യപ്പെടുത്തണം. ബോധ്യപ്പെടുത്തിയാൽ ഞാനത് വിശ്വസിക്കും, ഞാനത് പ്രചരിപ്പിക്കും. ഇപ്പോൾ ഏറ്റവും കൂടുതൽ മനുഷ്യൻ അനുഭവിക്കുന്ന ഒരു ദുരന്തകരമായ രോഗം പ്രമേഹമാണ്. ഒരു വീട്ടിൽ ഒരാളെങ്കിലും ഇല്ലാത്ത, ഈ രോഗമില്ലാത്ത ഒരു വീടില്ല. അപ്പോൾ പണ്ട് മുതലേ ആയുർവേദത്തിൽ പ്രമേഹത്തിന് കൃത്യമായ ഒരു മരുന്നില്ല എന്നുള്ളതാണ് എൻ്റെ ബോധ്യം. അതേസമയം അലോപ്പതിയിൽ അതിനൊക്കെ ചില മരുന്നുകൾ ഉണ്ട് തന്നെ. വളരെയേറെ പഥ്യങ്ങളിലൂടെ പ്രമേഹം കുറയ്ക്കാം എന്നുള്ളതുണ്ട്. പക്ഷേ പഥ്യമില്ലാതെ അലോപ്പതി മരുന്നിലൂടെ പ്രമേഹം കുറയ്ക്കാൻ പറ്റും. പക്ഷേ ആയുർവേദത്തിൽ പറ്റുമോ ഇല്ലയോ എന്നുള്ളത് എനിക്ക് സംശയമാണ്. ഡോക്ടർ ഇന്ന് വിശദമായിട്ട് അതിനെപ്പറ്റി പറയുന്നുണ്ട്. ഡോക്ടർ പറയുന്നത് വിശ്വസിക്കാമെങ്കിൽ വളരെ ഏറെ ആൾക്കാർ ആയുർവേദം സ്വീകരിക്കും. നമസ്കാരം ഡോക്ടറെ. നമസ്കാരം. അഡ്വക്കേറ്റ് KJ മനു, പ്രഗത്ഭനായ വക്കീലാണ്, സെൻട്രൽ ഗവൺമെൻറ് കൗൺസിലാണ്, സർവോപരി എൻ്റെ പേഷ്യൻ്റാണ്. അദ്ദേഹം പറഞ്ഞത് ഞാൻ ശ്രമിച്ചു. കാരണം ആധുനിക വൈദ്യശാസ്ത്രം ഒരു അന്തിമമായ ഒരു വിധിയോ ന്യായാധിപനോ അല്ല. അതിൽ ഏകദേശം 100-300 വർഷങ്ങളായിട്ടുള്ളൂ ആധുനിക ശാസ്ത്രത്തിനൊരു വളർച്ച. അത് വളർച്ച ഉണ്ടായിട്ട് ഏകദേശം ഒരു 1.5 നൂറ്റാണ്ടേ ആയിട്ടുള്ളൂ. ആയുർവേദം നേരെ മറിച്ചൊരു 5000-ന് മേൽ വർഷം പഴക്കം അന്നു മുതൽ ഇന്ന് വരെ നിലനിൽക്കുന്നതുമായിട്ടുള്ളൊരു, കാരണം ഒരു മോശമായ ഒരു ശാസ്ത്രമായിരുന്നുവെങ്കിൽ തീർച്ചയായിട്ടും നിലനിൽക്കാൻ സാധ്യമല്ല. സർവൈവൽ ഓഫ് ദ ഫിറ്റസ്റ്റ് എന്നുള്ള നിയമം അനുസരിച്ച് ഏറ്റവും നന്നായിട്ടുള്ളത് മാത്രമാണ് കാലാകാലങ്ങളിൽ നിന്നും പ്രചരിക്കപ്പെടുക. ആധുനിക ശാസ്ത്രമാവട്ടെ ഓരോ 10 വർഷം അല്ലെങ്കിൽ ഓരോ 20 വർഷം കൂടുമ്പോൾ അവർ കണ്ടുപിടിച്ചിട്ടുള്ള ഔഷധങ്ങൾ മാറുന്നു, അത് ബാൻ ചെയ്യപ്പെടുന്നു. അത് കഴിഞ്ഞാൽ അടുത്ത സിദ്ധാന്തം വരുന്നു, അപ്പോഴേക്കും ആ സിദ്ധാന്തം കാലഹരണപ്പെടുന്നു. ഇങ്ങനെ മാറി 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 വരുന്ന ഒരു ട്രയൽ പീരീഡിൽ കൂടിയാണ് ഇപ്പോൾ ആധുനിക വൈദ്യശാസ്ത്രം കടന്നു പോകുന്നത്. നാളെ ഒരുപക്ഷെ അത് കുറേയും കൂടി കറകളഞ്ഞ രീതിയിൽ എത്താൻ സാധിക്കുമായിരിക്കും. എങ്കിലും നിലവിലെ രീതി അനുസരിച്ച് ആയുർവേദം എന്ന് പറയുന്നത് ഏകദേശം 5000-ഓളം വർഷം വളരെ പ്രോജ്വലമായ ഒരു ഭൂതകാലം ആയുർവേദത്തിനുണ്ട്. അങ്ങനെ വരുമ്പോഴാണ് നമ്മൾ അവിടെ പ്രമേഹത്തിൻ്റെ ചികിത്സകളെക്കുറിച്ചോ അല്ലെങ്കിൽ പ്രമേഹത്തിൻ്റെ ആയുർവേദ സാധ്യതകളെക്കുറിച്ചോ നമ്മളിവിടെ പരാമർശിക്കാനായിട്ട് ഇന്ന് മനു സാർ എന്നോട് ആവശ്യപ്പെട്ടത്. തീർച്ചയായിട്ടും യഥാർത്ഥത്തിൽ പ്രമേഹമെന്ന് പറയുന്നത് ഒന്നല്ല, രണ്ടുമല്ല, 20 തരത്തിലുള്ള പ്രമേഹങ്ങൾ ആയുർവേദത്തിൽ പറയുന്നു. 4 തരത്തിലുള്ള വാതപ്രമേഹങ്ങൾ, 6 തരത്തിലുള്ള പിത്തപ്രമേഹങ്ങൾ, 10 തരത്തിലുള്ള കഫപ്രമേഹങ്ങൾ. ഈ 10 തരത്തിലുള്ള കഫജമായിട്ടുള്ള പ്രമേഹങ്ങളൊക്കെ വളരെ ചികിത്സിച്ച് ഭേദമാക്കാൻ എളുപ്പമുള്ളവയാണ്. പൈത്തികമായിട്ടുള്ള പ്രമേഹങ്ങളാവട്ടെ കാലാന്തരത്തിൽ ആശ്വസിപ്പിച്ചുകൊണ്ട് പോകാമെന്നുള്ളതാണ്. നേരെ മറിച്ച് വാദപ്രാധാന്യമുള്ള പ്രമേഹം, അത് വാദപ്രകൃതിയുള്ള ആളുകളിൽ അത് പ്രമേഹം കൊണ്ട് തന്നെയാണ് ആ ജീവിതം അവസാനിക്കുന്നത്. അങ്ങനെയുള്ള വളരെ മഹാരോഗങ്ങളിൽപ്പെട്ട ഒന്നായിട്ട് തന്നെയാണ് പ്രമേഹത്തെ ധരിച്ചിരിക്കുന്നത്. അപ്പോൾ ഇവിടെ അവതാരകൻ പറയുന്നത് കേട്ടു, മോഡേൺ ചികിത്സയിൽ കാലാകാലങ്ങളിൽ ഇത് നിരന്തരമായിട്ട് കൊണ്ടുപോകാം. മോഡേൺ ചികിത്സയിലും ഇതൊന്നും എല്ലാത്തിലും സാധ്യമല്ല. കുറേ തരത്തിലുള്ള പ്രമേഹങ്ങൾ സാധ്യമാണ്. എങ്കിൽ പോലും കീറ്റോസിസ് വന്നിട്ടുള്ളതായോ കിഡ്നി ഡാമേജ് ആയിട്ടുള്ള ഏതെങ്കിലും പ്രമേഹ രോഗികൾ 20-25 വർഷങ്ങൾ കഴിഞ്ഞാൽ കിഡ്നിക്ക് അസുഖമില്ലാത്തതായിട്ടോ ലിവറിന് അസുഖമില്ലാത്തവരായിട്ടോ ഉണ്ടോ? അതെന്തുകൊണ്ട്? പ്രമേഹം കൊണ്ട് മാത്രമാണോ? ഈ പ്രമേഹത്തിന് ഉപയോഗിക്കുന്ന ഔഷധങ്ങൾ, ഇൻസുലിൻ അത് മാറ്റിവെക്കുക. ഇൻസുലിൻ ഒരു ഹോർമോണൽ ആക്ടിവിറ്റിയാണ്.
ഔഷധങ്ങൾ കൊടുക്കുന്നതിൽ പലപ്പോഴും അതിന് കാലികമായിട്ടുള്ള പാർശ്വഫലങ്ങൾ ധാരാളമായിട്ട് വരുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഈ പറഞ്ഞ് മനസ്സിലാവുന്ന പോലുള്ള ഒരു ലളിതമായിട്ടുള്ള ഒരു ചികിത്സാ രീതിയല്ല പ്രമേഹത്തിനുള്ളത്. ഞാൻ പഥ്യത്തിൻ്റെ കാര്യമൊക്കെ പറഞ്ഞുകൊണ്ട് പറഞ്ഞതാണ്. ആധുനിക ചികിത്സയിലാണെങ്കിലും ഒരു ഘട്ടം കഴിഞ്ഞാൽ കൈവിട്ടു പോകുന്ന ഒരു അവസ്ഥയാണ് പ്രമേഹം. അത് ശരീരത്തിൻ്റെ കലകളെ ബാധിക്കുകയാണെങ്കിൽ, അകത്തേക്ക് ബാധിക്കുകയാണെങ്കിൽ, അതിൻ്റെ മൂലപ്രവർത്തനങ്ങളെ ബാധിക്കുകയാണെങ്കിൽ അതൊന്നും തിരികെ കിട്ടുവാൻ പ്രയാസമുള്ള കാര്യങ്ങളാണ്. എത്രയോ ആളുകൾ 50 വയസ്സിൽ 60 വയസ്സിലൊക്കെ ആധുനിക ചികിത്സയിൽ ക്രമേണ ഷുഗർ നിവർത്തി നോർമലാക്കി വെച്ചിട്ടുള്ളതാണെങ്കിൽ പോലും അതിൻ്റെ പാർശ്വഫലങ്ങൾ കൊണ്ട് അല്ലെങ്കിൽ ആ പ്രമേഹം മൂർച്ഛിച്ച് മരണപ്പെട്ടു പോകുന്നുണ്ട്. എന്നാൽ ഇൻസുലിൻ കണ്ടുപിടിച്ചതോടുകൂടി ഇപ്പോൾ ഏകദേശം 100 വർഷത്തിലധികമായി ഇൻസുലിൻ കണ്ടുപിടിച്ചതോടുകൂടി ആ കാലത്ത് പ്രമേഹികൾക്ക് വളരെ ഒരു സന്തോഷകരമായൊരു വാർത്തയായിരുന്നു. കാരണം അന്ന് വരെ ഇത്രയധികം പെട്ടെന്ന് ഒരു ഷുഗർ ലെവലിനെ അല്ലെങ്കിൽ രക്തത്തിലെ പഞ്ചസാര വളരെയധികം കുറച്ചു കൊണ്ടുവരാൻ കഴിവുള്ളൊരു കണ്ടുപിടുത്തം അന്ന് വേറെ ഇല്ലായിരുന്നു. അത് വെച്ച് നോക്കുമ്പോൾ അതിന് വളരെ പ്രസക്തമായൊരു കാലഘട്ടമായിരുന്നു. എങ്കിൽ പോലും ആയുർവേദ രീതിയിൽ ആണെങ്കിലും അലോപ്പതി രീതിയിലാണെങ്കിലും ഇത് പ്രമേഹത്തിൻ്റെ സങ്കീർണതകൾ വന്നു പെട്ടുകഴിഞ്ഞാൽ ചികിത്സിക്കുക എന്നുള്ളത് വളരെ ദുഷ്കരമായിട്ടുള്ള കാര്യം. അല്ലാതെ കാണപ്പെടുന്ന ഒരു ഒട്ടനവധി തുടക്കത്തിൽ കാണുന്ന പ്രമേഹങ്ങൾ, ചെറുപ്പക്കാരിൽ കാണുന്ന പ്രമേഹങ്ങൾ, പ്രമേഹത്തിൻ്റെ ചരിത്രമില്ലാത്ത അല്ലെങ്കിൽ കുടുംബ പാരമ്പര്യമില്ലാത്ത പ്രമേഹങ്ങൾ, ഇവയെല്ലാം ചികിത്സിച്ച് ഭേദമാക്കാൻ എളുപ്പമുള്ള പ്രമേഹങ്ങളാണ്. അതല്ലാതെ ശരീരത്തിൻ്റെ മൂലകലകളെ ബാധിച്ചിട്ടുള്ള അല്ലെങ്കിൽ ശരീരത്തിൻ്റെ മറ്റ് അവയവങ്ങളെ സങ്കീർണതയിലാക്കിയ പ്രമേഹം, മുന്നോട്ട് കൊണ്ടുപോയ പ്രമേഹം, അതിനെ ചികിത്സിക്കാൻ തീർച്ചയായിട്ടും പഥ്യവും ഔഷധങ്ങളും ആഹാര ക്രമീകരണങ്ങളെല്ലാം ആവശ്യമാണ്. അതല്ലാതെ ആയിരക്കണക്കിന് ഔഷധങ്ങൾ ആയുർവേദത്തിൽ പറയുന്നുണ്ട്. ഇപ്പം നമ്മൾ വിചാരിക്കുന്ന നെല്ലിക്ക അല്ലെങ്കിൽ പാവയ്ക്ക എന്ന് മാത്രമല്ല, ഒരുപാട് പൊൻകരണ്ടി ഇതൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ഔഷധങ്ങളുടെ കോമ്പിനേഷൻ എന്തുകൊണ്ടാണ് എല്ലാവർക്കും ഒരുപോലെ ഫലപ്രദമാവാത്തത്? ആയുർവേദ ശാസ്ത്രത്തിൽ ഔഷധങ്ങൾ എന്ന് പറയുന്നത് ഗ്രോസ് ആയിട്ടാണ് കൊടുക്കുന്നത്. അതായത് തന്മാത്രകളായിട്ടല്ല. ആയുർവേദ ചികിത്സയിൽ ആയുർവേദ സിദ്ധാന്തം അനുസരിച്ച് ഒരു ഔഷധത്തെ തന്മാത്രയായിട്ട് കൊണ്ടുവന്നാൽ, അല്ലെങ്കിൽ ഒരു ഔഷധത്തിൽ നിന്ന്, ഒരു ഔഷധക്കൂട്ടിൽ നിന്ന് ഒരു ഔഷധത്തെ മാറ്റി നിർത്തി ഉപയോഗിച്ചാൽ ആ ഔഷധത്തിന് പാർശ്വഫലങ്ങൾ ശരീരത്തിലുണ്ടാവും എന്ന് ശാസ്ത്രകാരന്മാർ പറഞ്ഞു വെച്ചിട്ടുണ്ട് പണ്ട് തന്നെ. അതുകൊണ്ടാണ് ഔഷധങ്ങളെ ഒറ്റമൂലി എന്ന പ്രയോഗത്തിൽ നിന്ന് മാറ്റിയിട്ട് ഔഷധയോഗങ്ങളായിട്ട് കൊടുക്കാൻ കാരണം. ഈ ഔഷധയോഗങ്ങൾ ഒറ്റമൂലിയായിട്ട് ചെല്ലുമ്പോൾ ഒരുപക്ഷെ 10 ദിവസം അല്ലെങ്കിൽ 1 മാസം അല്ലെങ്കിൽ 6 മാസം ഷുഗർ കുറയുന്നുണ്ടാവാം. പക്ഷേ ഈ ഒറ്റമൂലി പ്രയോഗിക്കുന്നതുകൊണ്ടുള്ള സൈഡ് എഫക്റ്റുകൾ, ഈ ഔഷധങ്ങൾ തന്നെ അകത്തേക്ക് നിരന്തരമായി ചെല്ലുമ്പോൾ ഉണ്ടാകുന്ന മറ്റ് പാർശ്വഫലങ്ങൾ ആ ശരീരത്തിൽ വന്നു തുടങ്ങും. ആ പാർശ്വഫലങ്ങളെ ന്യൂട്രലൈസ് ചെയ്യാനാണ്, അതിൻ്റെ സ്വാധീനം ഗണ്യമായി കുറയ്ക്കാനായിട്ടാണ് ഔഷധയോഗങ്ങളായിട്ട് കൊടുക്കുന്നത്. ഔഷധയോഗങ്ങളായിട്ട് അങ്ങനെ കൊടുക്കുമ്പോൾ അതൊരു കോംപ്രമൈസാണ്. അസുഖത്തിന് തീവ്രമായ ഒരു സൗഖ്യം അവിടെ ലഭിക്കാൻ സമയമെടുക്കും. പക്ഷേ അതിൻ്റെ സാധ്യതയും നേരത്തെ ഒറ്റമൂലിയേക്കാളും എളുപ്പമല്ലായിരിക്കും. എങ്കിൽ പോലും അത് പാർശ്വഫലങ്ങളില്ലാതെ, ശരീരത്തിന് കൂടുതൽ സങ്കീർണതകളില്ലാതെ പ്രമേഹം ക്രമീകരിക്കുവാനായിട്ട് സഹായിക്കും. കഴിഞ്ഞ ഏതാനും വർഷങ്ങളായിട്ട് ഒരുപാട് നൂറുകണക്കിന് രോഗികൾക്ക് ഇൻസുലിൻ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന രോഗി, അതായത് 40 യൂണിറ്റ് 30 യൂണിറ്റ് രാവിലെയും വൈകുന്നേരം എല്ലാം ഇൻസുലിൻ എടുക്കുന്നു. അതുകൂടാതെ മെറ്റ്ഫോമിനും മറ്റും 500, 1000, 1500, 2000 യൂണിറ്റുകളൊക്കെ മില്ലിഗ്രാമൊക്കെ എടുക്കുന്ന ആൾക്കാരുണ്ട്. അവരുടെ എല്ലാം നമ്മൾ ആഹാരങ്ങൾ ക്രമീകരിച്ചുകൊണ്ട് മാത്രമല്ല, ആയുർവേദ ഔഷധങ്ങൾ കൊടുത്തുകൊണ്ടാണ് ഈ ഇൻസുലിൻ്റെ തോത് കുറയ്ക്കാൻ സാധിക്കുന്നത്. ഇൻസുലിൻ ക്രമേണ 2 യൂണിറ്റ് ഒറ്റയടിക്ക് നിർത്താൻ പറയുകയല്ല ചെയ്യുന്നത്. ഈ മരുന്നുകൾ ശരീരത്തിൽ പ്രവർത്തിക്കുന്നതിനനുസരിച്ച് ബ്ലഡ് ഷുഗർ ലെവൽ നിരന്തരമായിട്ട് മോണിറ്റർ ചെയ്തുകൊണ്ട് അതിനെ ഒരാഴ്ച കൊണ്ടോ 2 ആഴ്ച കൊണ്ടോ 1 മാസം കൊണ്ടോ ഈ ഇൻസുലിൻ്റെ അളവ് കുറച്ചു കൊണ്ടുവരികയാണ് ചെയ്യുന്നത്. അതോടൊപ്പം തന്നെ ഈ പാർശ്വഫലങ്ങൾ ഉളവാക്കുന്ന മെറ്റ്ഫോർമിൻ പോലുള്ള മരുന്നുകൾ, കാരണം അതിൻ്റെ പരമാവധി ഡോസേജ് എന്ന് പറയുന്നത് 1000-1500 മില്ലിഗ്രാമാണ്. 2000 മില്ലിഗ്രാം വരെ 2 നേരമായിട്ട് കഴിക്കുന്നവരുണ്ട്. ഇതൊക്കെ നിശ്ചയമായിട്ടും അതിന് ലിവറിനും കിഡ്നിക്കും തകരാറുണ്ടാക്കുന്ന ഔഷധങ്ങളാണ്. ഒരു 10 വർഷം കൊണ്ട് തന്നെ
അപ്പോൾ ഇങ്ങനെയുള്ള ഔഷധങ്ങളുടെ ഉപയോഗം കുറച്ചു കൊണ്ടുവന്നിട്ട് പാർശ്വഫലങ്ങൾ താരതമ്യേന കുറവുള്ള ദീർഘകാലാനുബന്ധമായിട്ട് കൊടുക്കാൻ സാധിക്കുന്ന ആയുർവേദ ഔഷധങ്ങളിലേക്ക് ചുവടുമാറ്റം സാധ്യമാണ്. അങ്ങനെ മാറിക്കഴിഞ്ഞാൽ പണ്ടുകാലത്ത് പ്രമേഹ രോഗികളുടെ എണ്ണം തുലവും കുറവായിരുന്നു. അധ്വാനവും ആഹാരത്തിൻ്റെ കുറവും അല്ലെങ്കിൽ ആഹാരം നിയന്ത്രിതമായിട്ട് കഴിക്കുന്നതുകൊണ്ടും ആഹാരം 2 നേരം കഴിക്കുന്നതും പ്രധാനമായിട്ട് നമ്മൾ എടുത്തു പറയേണ്ട ഒരു പ്രമേഹത്തിനെ എന്തുകൊണ്ടാണ് നമ്മൾ ലൈഫ് സ്റ്റൈൽ ഡിസോർഡർ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ജീവിതാനുബന്ധ ജീവിതശൈലീ രോഗം എന്ന് പറയാനുള്ള ഒരു പ്രധാന കാരണം ഇന്നത്തെ ഈ അമിതമായ ആഹാരത്തോടുള്ള ആസക്തിയും ആഡംബര ജീവിതവും ശരീരത്തിന് വ്യായാമമില്ലായ്മയുമാണ് ഈ പ്രമേഹങ്ങളുടെ പ്രധാന കാരണമായിട്ട് പറയുന്നത്. അതുകൊണ്ടാണ് രക്തസമ്മർദ്ദം, പ്രമേഹം, ഡിപ്രഷൻ ഇതെല്ലാം ജീവിതശൈലീ രോഗങ്ങളായിട്ട് പറയുന്നത്. ആദ്യകാലത്ത് അല്ലെങ്കിൽ പണ്ട് കാലത്ത് അല്ലെങ്കിൽ കാർഷിക വൃത്തിയിൽ ഏർപ്പെട്ടിരിക്കുന്ന ഭാരതം പോലുള്ള രാജ്യങ്ങളിൽ തീർച്ചയായിട്ടും പ്രമേഹത്തിൻ്റെ അളവ് കുറവായിരുന്നു. കാരണം രാവിലെ 9 മണിക്ക് കഞ്ഞി കുടിച്ചോ അല്ലെങ്കിൽ ആഹാരം പ്രാതൽ കഴിച്ചുകൊണ്ടോ പാടത്തും പറമ്പിലും പണിയെടുക്കാൻ പോകുന്ന ആളുകൾ ഉച്ചയ്ക്ക് അല്പനേരം ചൂടത്ത് വിശ്രമിക്കുന്നു, ആഹാരം കഴിക്കുന്നില്ല. വൈകുന്നേരമാണ് തിരിച്ചു വന്ന് കുളിയും കഴിഞ്ഞ് 5 മണി 6 മണിയോടുകൂടി അവർ ആഹാരം കഴിക്കുന്നു. 7-8 മണിയാകുമ്പോഴത്തേക്ക് ഉറക്കം. അപ്പോൾ നിദ്ര 8 മണിക്കൂറോളം നിദ്ര കിട്ടുന്നു, 7-8 മണിക്കൂർ പണിയെടുക്കുന്നു. ഈ ആഹാരം കഴിക്കുന്ന ഗ്യാപ്പ് ഏകദേശം 6 മണിക്കൂർ 7 മണിക്കൂർ. അപ്പോൾ ഇതിൽ ദഹന പ്രക്രിയയ്ക്കുള്ള ധാരാളമായിട്ടുള്ള സമയവും ശരീരത്തിന് പ്രവർത്തനം ശാന്തമായിട്ടിരിക്കുവാനും ശരീരത്തിന് റെസ്റ്റ് കൊടുക്കാനുമുള്ള സമയവും ഇവിടെ ധാരാളമുണ്ട്. ദഹന വ്യവസ്ഥയ്ക്ക് റെസ്റ്റ് കൊടുക്കാതിരിക്കുന്ന ഒരു രോഗമാണ് പ്രമേഹം. ഏതു നേരവും ആഹാരം പചിച്ച് കൊണ്ടിരിക്കാനുള്ളൊരു പ്രയാസവും അതിനെ തുടർന്നുണ്ടാകുന്ന കോംപ്ലിക്കേഷനുകളാണ് പ്രമേഹത്തിലേക്ക് നയിക്കുന്നത്. അതുപോലെ തന്നെ ഹോർമോണൽ വ്യതിയാനം, നമ്മുടെ ദൈനംദിന ജീവിതത്തിലുണ്ടാകുന്ന സ്ട്രെസ്സുകൾ, ഔദ്യോഗികമായിട്ടും അനൗദ്യോഗികമായിട്ടുണ്ടാകുന്ന സ്ട്രെസ്സുകൾ ഹോർമോണൽ വ്യതിയാനങ്ങൾ ശരീരത്തിലുണ്ടാക്കുന്നു. ഇത് ഷുഗറിൻ്റെ ഉൽപ്പാദനത്തെയും ഷുഗറിനെ കുറയ്ക്കുവാനുള്ള അല്ലെങ്കിൽ ഇൻസുലിൻ്റെ ഉൽപ്പാദനത്തെയും ഷുഗറിനെ കുറയ്ക്കുവാനുള്ള കമാൻഡിനെയും ബാധിക്കുന്നുണ്ട്. അങ്ങനെയാണ് ഈ പ്രമേഹം ജീവിതശൈലി എന്നുള്ള രീതിയിലേക്ക് കടന്നു വന്നത്. അപ്പോൾ ഔഷധങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് വളരെ വ്യക്തമായിട്ട് തന്നെ വളരെ വിശദമായ ഗവേഷണ ചാതുരിയോടുകൂടി തന്നെ നമുക്ക് ഉറപ്പിച്ച് പറയാൻ സാധിക്കും പ്രമേഹത്തിൻ്റെ ഔഷധങ്ങൾ ഫലപ്രദമായിട്ട് അല്ലെങ്കിൽ ആധുനിക ശാസ്ത്രത്തെക്കാൾ ഒരുപടി മുന്നിലായിട്ട് തന്നെ എന്ന് പറയാം.